ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. മാർച്ച് 8 സൺഡേ, അതായത് ഇന്നലെ വുമൻസ് ഡേ ആയിരുന്നല്ലേ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വുമൻസ് ഡേ വിഷസ് നേരുന്നു. എല്ലാ ലേഡീസിനും, നമ്മുടെ ഈ ചാനലിലുള്ള എല്ലാ ഹോം മേക്കേഴ്സിനും, കൂടുതൽ പേരും ഹോം മേക്കേഴ്സ് ആണ്, വുമൻസ് ആണ് കേട്ടോ നമ്മുടെ ചാനലിലുള്ളപ്പം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വുമൻസ് ഡേ വിഷസ് നേരുന്നു. അപ്പോൾ എല്ലാ വർഷവും ഇതുപോലെ മാർച്ച് 8 തീയതിയാണല്ലോ നമ്മൾ വുമൻസ് ഡേ ആയിട്ട് കൊണ്ടാടുന്നത്, അതായത് ആഘോഷിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ വർഷവും വുമൻസ് ഡേയിൽ വുമൺ എംപവർമെന്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ടല്ലേ. അപ്പം ഈ ഒരു ദിവസം മാത്രം ഇതിനെക്കുറിച്ച് സംസാരിച്ച് പോകാതെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഓരോ സ്ത്രീകൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ സ്ത്രീകളും അവരവരുടെ ഐഡന്റിറ്റി തെളിയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ നല്ല ശക്തിയായിട്ടുള്ള, അതായത് നല്ല ബോൾഡായിട്ടുള്ള, നല്ല ധീരയായിട്ടുള്ള വനിതകളായിട്ട് മാറുക. വീട്ടമ്മയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ മാറി നിൽക്കരുത് ഒരു കാര്യത്തിലും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ നമ്മുടെ വുമൻസിന് വേണ്ടിയിട്ട്, സ്പെഷ്യലി നമ്മുടെ ഹോം മേക്കേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഈ ചാനലിന്റെ മുതൽക്കൂട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ മുന്നേ എടുത്തു വെച്ചിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പതിവ് പോലെ ഞങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊന്ന് പുറത്ത് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഇതുപോലെ ഈ ആറ്റുകാൽ വ്രതത്തിൻ്റെ ആ സമയത്ത്, അതിനൊക്കെ ഒരാഴ്ചയൊക്കെ മുമ്പ് ഞങ്ങൾ ഒരു ഷോപ്പിൽ പോയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയുടെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഒരു ഹോട്ടലിൽ നിന്ന് ഫ്രൈഡ് റൈസ് ബുക്ക് ചെയ്തു എന്ന് അറിഞ്ഞില്ലേ. അപ്പോൾ അതേ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ്. ഇത് ഭവ്യം വെജ് എന്നാണ് ഇതിൻ്റെ കടയുടെ പേര്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. അപ്പം ഹസ്ബൻഡ് ഇങ്ങനെ ഗൂഗിളിൽ ലൊക്കേഷൻ നോക്കിയപ്പോഴത്തേക്കും നല്ല റിവ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടി ഒരു ദിവസം ഇവിടെ വന്ന് കഴിച്ചു. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഒരു ദിവസം ആമിയും കൂടി കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ അവളെയും കൊണ്ടുവന്ന് ഇവിടെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കഴിപ്പിക്കാമെന്ന് വിചാരിച്ചേട്ടാ. പിന്നെ അല്ലാതെ ഒരു ആവശ്യമായിട്ട് ഞങ്ങൾക്ക് വരണമായിരുന്നു. അപ്പം ഒരു 10-10:30 ആയപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം കഴിയാറായി. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റി കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. അപ്പം അണ്ണാനഗർ സൈഡിലോട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഭവ്യം വെജ് എന്ന് നിങ്ങളൊന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതിയേ. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ ഭക്ഷണം. ആതന്റിക് ആയിട്ടുള്ള തമിഴ്നാട് റെസിപ്പീസ് ആണ്. നല്ല ഫസ്റ്റ് ക്ലാസ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടോ എന്നും കൂടി ഒന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പം ഞങ്ങൾ ഒരു ദിവസം ലഞ്ച് കഴിക്കാനാണ് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ ആമിയും കൊണ്ടുവന്ന് ടിഫിൻ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഹസ്ബൻഡിന് ഓർഡർ ചെയ്തേക്കുന്നത് റവ നട്ട്സ് ദോശയാണ്. അത് കുറച്ച് റേറ്റും കൂടുതലാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാനൊരു സ്പെഷ്യൽ ഗീ മസാല ദോശയും ആമിക്ക് ഒരു മിനി ടിഫിനും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആമിക്ക് മിനി ടിഫിൻ ഓർഡർ ചെയ്തതിൽ പൊങ്കലും പൂരിയും ദോശയും സാമ്പാർ ഇഡ്ഡലി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ അങ്ങനെ കോഫി കുടിക്കത്തില്ല, എനിക്ക് ഒട്ടും പറ്റത്തില്ല ഈ കോഫി. ഹസ്ബൻഡ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ആമിക്കുള്ള മിനി ടിഫിനിൽ ഒരു കുഞ്ഞൊരു കോഫിയും കൂടി കിട്ടിയതാണ്. അത് അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വന്നിട്ടില്ലാത്തവരാണെങ്കിൽ ഈ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണേ. അപ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. സ്വിഗ്ഗിയിലും ഒക്കെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഓരോ ഭക്ഷണവും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇത്രയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതും ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. കുറച്ച് ദിവസം നേരത്തെ ഞാൻ എടുത്തു വെച്ചിരുന്ന വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ തന്നെ എഴുന്നേറ്റു, കോലമൊക്കെ ഒന്ന് വരച്ചിട്ടിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടൊരു കോലാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 2-3 ആഴ്ചയ്ക്ക് മുന്നേ എടുത്തിട്ടുള്ളൊരു വ്ളോഗാണ്. കുറച്ച് ലേറ്റായിട്ടാണ് ഒന്ന് ഷെയർ ചെയ്യുന്നത്. പിന്നെ രാവിലെ തന്നെ അതുപോലെ ആമി സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ഞാൻ ദേ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങണം. ഇന്ന് സാറ്റർഡേ ആണ്. ആമി സ്കൂളിൽ പോയി. അപ്പോൾ ആമി എന്തായാലും പോയിട്ട് വരുന്നതിനിടയിൽ എനിക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്ത് വെക്കണമായിരുന്നു കേട്ടോ. കാരണം ഉച്ചയ്ക്ക് അവൾക്ക് സ്കൂൾ വിടും. അപ്പോൾ നമുക്ക് കുറച്ച് മീനൊക്കെ മേടിച്ച് തരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ഇന്ന് എന്തായാലും ഫ്രിഡ്ജും കൂടി ക്ലീൻ ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ മീൻ കറി വെക്കണം. പിന്നെ ഇന്ന് നമ്മൾ കേരള റൈസാണ് വെക്കുന്നത്, നമ്മുടെ മട്ട റൈസ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ മട്ട റൈസും കൂടി കുക്ക് ചെയ്യാറുണ്ട്. ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. ഒരുപാട് തവണ അതൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ രാവിലെ കുറച്ച് കുക്കിങ്ങും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞതിൻ്റെ പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എല്ലാം കഴുകി വെച്ചതിന് ശേഷമാണ് ഞാൻ കിച്ചണിൽ ബാക്കി പരിപാടികൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതേ എനിക്കാണെങ്കിൽ സിങ്ക് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. പിന്നെ എപ്പോഴും എനിക്ക് കിച്ചൺ ഒതുക്കിയിട്ടിട്ട് ജോലി ചെയ്യുന്നതാണ് ഇഷ്ടം. ഒരുപാട് പേർക്ക് അങ്ങനെ ഇഷ്ടമുള്ളവരാണെന്ന് നമ്മുടെ കമൻറ്റിൽ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീടൊക്കെ ഒന്ന് ഒതുക്കിയിട്ടിട്ട്, ഒന്ന് നമ്മൾ ഒരു മെസ്സി ആയിട്ട് കിടക്കുന്ന കിച്ചണിൽ നമ്മൾ
നമ്മൾ ജോലി ചെയ്യുന്നേക്കാളും കുറച്ചും കൂടി നല്ല വൃത്തിയായിട്ട് ഒതുക്കിയൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോഴാണ് നല്ല ഒരു അച്ചടക്കത്തോടു കൂടി നമുക്ക് ജോലികൾ ചെയ്യാൻ പറ്റുന്നതല്ലേ. മറ്റേത് നമുക്ക് ടെൻഷൻ ആയിരിക്കും എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളതൊക്കെ. പിന്നെ ദേ നമുക്ക് കുറച്ച് കമന്റ്സിന്റെ റിപ്ലൈ കൊടുക്കാം. രമ്യ വിനീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരി കമന്റ് ഇട്ടിട്ടുണ്ട്. റെഗുലർ വ്യൂവർ ആണ്. ഒരു റിക്വസ്റ്റ് ആയിട്ടുള്ള ഒരു കമന്റ് ആണ്. ടോക്സിക് ആൻഡ് നെഗറ്റീവായ ഇൻലോസിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതുപോലെ നമുക്ക് റെസ്പെക്ട് തരാത്തവർ, കുറ്റം പറഞ്ഞ് നടക്കുന്നവർ, ഇവരെയൊക്കെ എപ്പോഴും ഒഴിവാക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വ്ളോഗ് നമ്പർ 231 അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഈ വീഡിയോ ഈ കമന്റ് ഇട്ട ആൾ കാണുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഏകദേശം ഒരു 300ഓളം വീഡിയോ, ലോങ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി വീഡിയോസ് ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുമ്പോൾ പുതുതായിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഓരോ ടോപ്പിക്കും പറഞ്ഞു പോകുന്നത് അത് മുന്നേ കേട്ടിട്ടുള്ളവർക്ക് അതൊരു അരോചകമായിരിക്കും. മാത്രമല്ല നമ്മൾ ഓൾറെഡി ഒരു പോയിന്റ്, ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാ പോയിന്റ്സും അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വ്ളോഗ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ചോദിച്ചതിനുള്ള ആൻസർ കിട്ടും. പ്രിയ പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരി കമന്റ് ഇട്ടിട്ടുണ്ട്. റെഗുലർ വ്യൂവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗസ് വൈഫ് ആണ്, 2 പെൺകുട്ടികളുടെ അമ്മയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അധികം റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒന്നും വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ കുറച്ച് സ്ലോ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, അതിനൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ വളരെ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാർ കൂടുതൽ കണ്ടിട്ടുള്ളൊരു വീഡിയോയുമാണ് അത്. വ്ളോഗ് നമ്പർ 256 ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി കമന്റ് 2 പേർക്ക് കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവർ 2 പേരും കണ്ടിട്ടില്ല നമ്മുടെ റിപ്ലൈ കമന്റ്. അപ്പോൾ ഓൾറെഡി നമ്മൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവർ ചോദിച്ചിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ വീഡിയോസ് എന്തായാലും ലാസ്റ്റ് എൻഡ് സ്ക്രീനിലും കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ ഈ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് കിട്ടുന്ന വ്ളോഗ്സ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. കാരണം വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ ഓൾറെഡി വീഡിയോ ചെയ്തുകൊണ്ടാണ് കേട്ടോ ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വ്ളോഗ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ. പിന്നെ അതുപോലെ തന്നെ ഒരു സഹോദരി ചോദിച്ചിട്ടുണ്ട്, ഒരു ട്യൂഷൻ ടീച്ചറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരമാണ് ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു റുട്ടീൻ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വർക്കിംഗ് വുമണിന് റുട്ടീൻ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും അല്ലാതെ ഒരു വീട്ടമ്മയുടെ റുട്ടീൻ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് വീഡിയോയിൽ ടൈം മാനേജ്മെന്റിനെ കുറിച്ചും ഒക്കെ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനും വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഓൾറെഡി നമ്മൾ ചെയ്തു പോയേക്കുന്ന ആയതുകൊണ്ട്. പിന്നെ ഒരു ട്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വീട്ടിലിരുന്നാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരമുള്ള ആ ഒരു സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുമ്പോൾ ബാലൻസ് കിട്ടുന്ന സമയം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് നമ്മുടെ മറ്റു വീട്ടു ജോലികൾക്കും പ്രീപ്രിപ്സിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ മാനേജ് ചെയ്താൽ മതി. അതൊക്കെ ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ചിലരാണെങ്കിൽ കമന്റ് ഇടുന്ന സമയത്ത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. 1-2 പേരാണ്, എല്ലാവരും ഒന്നും അല്ല. അപ്പം ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ. അപ്പം അങ്ങനെ അത്രയും ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ എഴുതുമ്പോൾ ഞാൻ അങ്ങനത്തെ കമന്റുകൾ ഞാൻ വായിക്കത്തില്ല കേട്ടോ. കാരണം ചിലരാണെങ്കിൽ അങ്ങനെ കമന്റ് ഇട്ടിട്ട് അത് ഡിലീറ്റും ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടത് എന്ന് ആ ഒരു കാര്യം മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ മതി. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയണമെന്നില്ല. പിന്നെ നമുക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാക്സിമം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന വീഡിയോസ് തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. പിന്നെ എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ നമ്മുടെ സഹോദരിമാരൊക്കെ നമ്മുടെ വീഡിയോസിൽ കമൻ്റായിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവയ്ക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഒരു വീഡിയോ ചോദിക്കുന്ന സമയത്ത് അങ്ങനെ A to Z എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണോ വേണ്ടത് അതും മാത്രമല്ല ഒന്ന് ചിന്തിക്കുക, ഇത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്നതാണോ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അത് എല്ലാവർക്കും ഉപയോഗം വരുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണെങ്കിൽ മാത്രമല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാവരുടെ പ്രോബ്ലംസിനും നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. കുറേയൊക്കെ നമ്മുടെ ബുദ്ധിയും സാമർഥ്യമൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മുടെ പ്രോബ്ലംസിന് നമ്മൾ പരിഹാരം കണ്ടുപിടിക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ സൗമ്യ സിസ്റ്റർ തന്നെയാണ് പറഞ്ഞത്, വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് കത്തിച്ചങ്ങ് കളഞ്ഞാൽ മതി. അത് ഞാൻ പറഞ്ഞതിന് ശേഷം അവരത് പ്രാക്ടീസിലൂടെ ചെയ്തു വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ സൈക്കോളജിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ടെക്നിക്കുകളാണ്. അപ്പം അങ്ങനെയൊക്കെ കുറേ സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട്. അപ്പം ഇപ്പോഴാണ് ഒരു വീഡിയോയിൽ പറയാനുള്ളൊരു സ്പേസ് കിട്ടിയത്. പിന്നെ നമ്മൾ വീട്ടമ്മമാർക്ക് എന്തോരം ജോലികളാണല്ലേ ഉള്ളത് ഒരു ദിവസം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, എൻ്റെ സുഹൃത്ത് അഞ്ജു എനിക്ക് എപ്പോഴും ഫോൺ ചെയ്യുമ്പോഴും അല്ല
അല്ലാതെ എൻ്റെ വീഡിയോയിലൊക്കെ അവൾ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന കാര്യമാണ്, നീ എന്തോരം ജോലിയാണ് വീട്ടിൽ ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാവരും, നമ്മൾ വീട്ടമ്മമാരും, ഞാൻ ഉൾപ്പെടെ എല്ലാ വീട്ടമ്മമാരും ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒരുപാട് ജോലികൾ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്കാണെങ്കിൽ കുറച്ചും കൂടി റെസ്റ്റ് ചെയ്യുന്നതിനുള്ള സമയം കൂടുതൽ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ ഈ ചെയ്യുന്ന ജോലിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഈ സമയത്തിനോ ഒന്നും ഒട്ടും വാല്യൂ തരാത്തവരായിരിക്കും നമുക്ക് ചുറ്റുമുള്ളവരല്ലേ. ഒത്തിരി പേര് അങ്ങനെ ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. ഞാനും അങ്ങനെ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട് പലരിൽ നിന്നും. നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ എപ്പോഴും അടുക്കളയിൽ തന്നെ ചിലവഴിക്കാതെ അല്ലെങ്കിൽ എപ്പോഴും കുക്കിങ്ങും ക്ലീനിങ്ങും മാത്രമായിട്ട് അങ്ങനെ കൊണ്ട് നടക്കാതെ കുറേയൊക്കെ നമുക്കും കൂടി വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാനായിട്ട് ശ്രമിക്കേട്ടാ. പിന്നെ പറയുന്നവരെന്തും പറയുമല്ലേ, അവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവർ വീട്ടിൽ ഒരു പണിയെടുക്കാത്തവരും ആയിരിക്കും. അതാണ് അതിൻ്റെ മറ്റൊരു വശം. കാരണം വീട്ടുപണികൾ ചെയ്യുന്ന ഒരു സ്ത്രീകളും മറ്റൊരു സ്ത്രീയെ കുറ്റം പറയില്ല. അപ്പോൾ അത് എനിക്ക് പേഴ്സണലി എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ദിവസം നമ്മളൊരു ഒന്ന് കിടന്നു പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ ജോലി എന്തെങ്കിലും കാരണവശാൽ പെൻഡിങ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വീടിൻ്റെ അവസ്ഥ എന്താവുമെന്ന് അറിയാമല്ലേ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യൂട്യൂബും കൂടി ചെയ്യുന്ന കാരണം കൊണ്ട് വീട്ടിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ആമയെ സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ കുറച്ച് നേരം ഞാൻ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. അത് ഒരു വീഡിയോ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ദിവസങ്ങൾ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്ത് തീരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വേണം വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും കൂടി നോക്കണമല്ലോ. അപ്പം ആമി ചിലപ്പോൾ പഠിപ്പിച്ച് അവളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവൾ ഉറങ്ങുന്ന സമയത്തായിരിക്കുള്ളൂ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ അവളോട് ഞാൻ പഠിക്കാൻ പറയും. അപ്പോൾ അവൾ അവിടെ റൂമിലിരുന്ന് പഠിക്കുന്ന സമയത്തായിരിക്കും ഞാൻ വന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത വീട്ടിലെ ആൻറ്റിക്ക് 2 നായ്ക്കളുണ്ട്. അപ്പം അവരിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അവർ ഉറങ്ങുന്ന സമയത്ത് വേണം എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ. ഞാനിപ്പോൾ ഈ വീഡിയോ വോയിസ് കൊടുക്കുന്നത് രാത്രി 10:30-ക്കാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒത്തിരി സമയമാണ് നമ്മുടെ വീട്ടമ്മമാർ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതല്ലേ. പിന്നെ എന്നാലും നമുക്ക് കുറ്റം തന്നെയാണല്ലേ, നമ്മളത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യമാണ്, അതായത് ഇപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ ഒത്തിരി ഹോം മേക്കിംഗ് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. പക്ഷേ ഈ വീട്ടമ്മമാർ ചെയ്യുന്ന സെയിം ജോലി ഒരു പുരുഷനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ കിട്ടാറുണ്ടല്ലേ. അത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ കൂടുതലും തമിഴ് വ്ളോഗ്സാണ് അങ്ങനെ കൂടുതലും കണ്ടിട്ടുള്ളത്, തമിഴ് തെലുങ്ക് അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതിലൊക്കെ ഈ പുരുഷന്മാരല്ലെങ്കിൽ ആൺകുട്ടികൾ ഇതേ വീട്ടുജോലികൾ ചെയ്യുമ്പോൾ ആ കമൻറ്റ് ബോക്സൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റും ഭയങ്കരമായിട്ട് അവരെ ഭയങ്കരമായിട്ട് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതേസമയം ഒരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ ഒരു ലേഡിയാണ് അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് കുത്തുവാക്കുകളും അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരും. സോഷ്യൽ മീഡിയയിലാണ്, അതുപോലെ തന്നെ പുറത്തൊന്നും കേൾക്കേണ്ടി വരുമല്ലേ. അപ്പം ഒരേ ജോലി തന്നെയാണ് 2 കൂട്ടരും ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അവിടെ ആ ഒരു തരംതിരിവ് കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ തോന്നാറുണ്ടോ, നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേട്ടോ. അപ്പോൾ ഏത് ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ ജോലിക്കും അതിൻ്റേതായ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുകയും വേണം. ഇപ്പം വീട്ടമ്മയാണ് അല്ലെങ്കിൽ വീട്ടിലിരിക്കുകയാണ് വെറുതെ ഇരിക്കുകയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് നമ്മൾ തർക്കിക്കേണ്ട ഒരു കാര്യമില്ലല്ലേ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മൾ എന്തുമാത്രം ജോലികളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് അത്രയും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ ജോലികൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. സമയം ഒരിക്കലും നമുക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടുജോലികളോടൊപ്പം തന്നെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. ആ ഒരു ടൈം എന്ന് പറയുന്നതിനെ മീ ടൈം എന്ന് പറയും. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്ന കാര്യമാണ്. എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ സ്വയം ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമുക്ക് ബുക്സ് വായിക്കാം, പിന്നെ നമ്മുടേതായ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയത്തിന് നമുക്ക് ചിലവഴിക്കാം. ഈ മറ്റുള്ളവരോടൊക്കെ പോയിരുന്ന് ഗോസിപ്പും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതിന് പകരം സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തുമാത്രം ഉണ്ടല്ലേ. ഒന്നുമില്ലെങ്കിൽ നമുക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്താൽ തന്നെ നല്ല നല്ല കോണ്ടൻസ് ഒക്കെ നമുക്ക് കിട്ടും. അതായത് നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിനും നമ്മുടെ ക്യാരക്ടർ എങ്ങനെ നന്നാക്കാം അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം എങ്ങനെ വികസിപ്പിച്ചെടുക്കാം അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി വ്ളോഗല്ല അല്ലാതെയുള്ള ഡോക്ടേഴ്സ് സംസാരിക്കുന്നതും ഒക്കെ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കാറ്റഗറിയിലുള്ള വീഡിയോസ് കാണാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പഠിക്കാനൊക്കെ ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ നേരത്തെയൊക്കെ കല്യാണം കഴിഞ്ഞ് പോയിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ള വീട്ടമ്മമാരുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈൻ വഴി പഠിക്കാനുള്ള സമയം കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മളെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു സമയം കൂടി നമ്മൾ കണ്ടുപിടിക്കേട്ടാ. കഴിഞ്ഞ ദിവസം നമ്മുടെ തമിഴിലൊരു ലേറ്റസ്റ്റ് ആയിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, തായ്ക്കിഴവി എന്ന് പറഞ്ഞിട്ട്. അത് നല്ല സിനിമയാണ് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ എനിക്ക്
എവിടെയൊക്കെയോ എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല സിനിമയാണ്, രാധിക മാമിൻ്റെ സിനിമയാണ്. അപ്പോൾ അവരുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ ഒന്ന് കാണണം. എന്തൊരു രസമാണ്, എന്ത് ഭംഗിയായിട്ടാണ് അവർ ആക്ട് ചെയ്തേക്കുന്നത്. എല്ലാവരും പറയുന്നത് നാഷണൽ അവാർഡ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന്. അത്രയ്ക്കും മനോഹരമായിട്ടാണ്. അതും മാത്രമല്ല, എന്നെ ഹസ്ബൻഡാണ് ആ സിനിമയ്ക്ക് കൊണ്ടുപോയത്. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിനക്ക് ഉറപ്പായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെടും, കാരണം അത് വുമൺ എംപവർമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്, കാരണം നിനക്ക് അത് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് അത് ഫീൽ ചെയ്തത്. കാരണം ഒരു സ്ത്രീക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടത് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു വരുമാനം അല്ലെങ്കിൽ ഒരു ജോലി, ഇതാണ് വേണ്ടതെന്ന് ആ ഒരു സിനിമയിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നൊരു മെസ്സേജാണ്. അത് തന്നെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമുക്ക് വിദ്യാഭ്യാസം ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് വിവരവും വിവേകവും ബുദ്ധിയും സാമർഥ്യം ഒക്കെ ഉണ്ടാവണം. ഒരു വീട്ടമ്മ എന്ന് പറയുന്നത് വീടിൻ്റെ നെടുന്തൂണാണെന്ന് പറയുമല്ലേ. അപ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനുള്ളൊരു ഒരു സാമർഥ്യം നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ചും കണ്ടും വേണം തീരുമാനങ്ങൾ എടുക്കാനും തീരുമാനങ്ങൾ പറയാനും ഒക്കെ. അപ്പം നമ്മുടെ ഓരോ വാക്കുകൾക്കും വില കിട്ടുന്നത് അങ്ങനെയാണല്ലേ. അപ്പം നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് എങ്ങനെ വിവേകത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് കാര്യമല്ലേ. എനിക്ക് അങ്ങനെ ഒരു കാര്യം ആ ഒരു സിനിമ കണ്ടപ്പം തോന്നിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് സമയത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് കിട്ടുന്ന ഓരോ സമയവും വിലപ്പെട്ടതാണ്. മറ്റേത് ജോലിയേക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ വീട്ടമ്മമാരാണ് നമ്മുടെ സമയം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതും. നമ്മൾ അത്രയ്ക്കും എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ടൊരു സമയം ഒരിക്കലും നമ്മൾക്ക് മറ്റൊരാൾ തരത്തില്ല നമ്മുടെ ലൈഫിൽ, അതായത് വീട്ടമ്മമാർക്ക്. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ സമയം കണ്ടുപിടിക്കേണ്ടത്. ഒന്നിനും സമയമില്ല എന്ന് പറയുന്ന ആളുകൾ ഉറപ്പായിട്ടും ഒരു സമയമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റുട്ടീനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വലിയൊരു ചേഞ്ച് മനസ്സിലാവും കേട്ടോ. പിന്നെ മാത്രമല്ല, എനിക്കിപ്പോൾ ഞാൻ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് നമ്മൾ വീഡിയോ ഇടുന്നത്, ഒന്നിരാടെ ഒരിക്കൽ. പിന്നെ അത് കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഞാൻ ലീവാണ് കേട്ടോ. അപ്പം ഞാനിതൊരു പ്രൊഫഷനായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം സാറ്റർഡേ സൺഡേ എനിക്ക് എൻ്റെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീക്ക് ഡേയ്സിൽ ഇരുന്നിട്ടാണ് ഈ ഒരാഴ്ചത്തേക്കുള്ള വീഡിയോയും അതുപോലെ തന്നെ നെക്സ്റ്റ് മൺഡേയിലത്തേക്കുള്ള വീഡിയോയും അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ റെസ്റ്റ് എടുക്കുന്നത്. കാരണം 2 ദിവസം എൻ്റെ ഫാമിലിയോടൊപ്പം എനിക്ക് സ്പെൻഡ് ചെയ്യണം. അപ്പം നിങ്ങൾക്കും അങ്ങനെ ഒരു സ്പെൻഡ് ചെയ്യാനുള്ളൊരു സമയം എനിക്ക് തരണമെന്നുണ്ട്. അപ്പം ഡെയിലി നമ്മളിങ്ങനെ വീഡിയോ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്കും കാണാനൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്നും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കുകയും ചെയ്യും അല്ലേ. അപ്പം ആഴ്ചയിൽ ഒരു 3 വീഡിയോ ഒക്കെ ആകുമ്പം കറക്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പം നമ്മൾ വീട്ടമ്മമാരെ ഒരുപാട് റോൾസ് ആണല്ലേ ചെയ്യുന്നത്. നമ്മൾ വീട്ടമ്മമാരെ ഒരു കഥാപാത്രമായിട്ടാണ് എപ്പോഴും കാണുന്നത്. ഒരമ്മയുടെ റോള് നമ്മൾ ചെയ്യാറുണ്ട്, ഭാര്യയുടെ റോള് ചെയ്യാറുണ്ട്, സുഹൃത്തിൻ്റെ റോള് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എന്നെപ്പോലെ അമ്മയൊന്നും ഇല്ലാത്തൊരു കുടുംബത്തിൽ വന്നു കഴിയുമ്പോൾ ആളിനാളായിട്ട് നമ്മൾ നിൽക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ ജനിച്ച് വളർന്ന് വന്ന അല്ലെങ്കിൽ നമ്മൾ കുട്ടിക്കാലത്തായിരുന്ന ഒരു സ്വഭാവമേ ആയിരിക്കില്ല ആഫ്റ്റർ മാരേജ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് പല വീട്ടമ്മമാരും പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എപ്പോഴും മറ്റുള്ളവർ പാമ്പർ ചെയ്യണമെന്നും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ സ്ത്രീകൾ, പുരുഷന്മാരെക്കാളും ഏറെ. അപ്പോൾ അങ്ങനെ ഒരു പാമ്പറിങ് നമ്മുടെ പാർട്ട്ണറിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ഇൻലോസിൽ നിന്നോ ഒക്കെ നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് ഇമോഷണലി നമ്മൾ തകർന്നു പോകുന്നതല്ലേ. അങ്ങനെയുള്ള സ്ത്രീകൾ ഭയങ്കരമായിട്ട് എപ്പോഴും വിഷമിച്ച് ദുഃഖിച്ച് ആരുമില്ല, ഒറ്റപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്, ഞാനൊക്കെ ഇവിടെ വന്നപ്പോൾ എന്നെ സഹായിക്കാനോ കാര്യങ്ങളൊന്നും ചെയ്യാൻ ആരുമില്ല. അപ്പോൾ നമുക്കൊരു സ്റ്റേജ് കഴിയുമ്പോൾ മനസ്സിലാവും, പ്രത്യേകിച്ച് ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ മനസ്സിലാവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം, നമുക്ക് പകരം വെക്കാനായിട്ട് ആരുമില്ല. അപ്പോൾ നമ്മൾ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിരിക്കുമ്പോൾ ആ കുടുംബമാണ് താറുമാറായി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇമോഷണലി മെൻ്റലി നമുക്ക് കൂടുതൽ സ്ട്രോങ് ആവാനായിട്ട് പറ്റും കേട്ടോ, പുരുഷന്മാരെക്കാളും ഏറെ. അത് ഒരുപാട് പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ അതേ സംസാരിക്കുന്നതിനിടയിൽ തന്നെ നമ്മുടെ മത്തിക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു മാങ്ങ അച്ചാറിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്, പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അതുകൊണ്ടാണ് റെസിപ്പി ഒന്നും ഷെയർ ചെയ്യാത്തത്. പിന്നെ ഇത്രയൊക്കെ ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.